വോട്ടെടുപ്പിന്റെ തുടക്കം മുതൽ കണ്ണൂരിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 77% വോട്ടാണ് മണ്ഡലത്തിൽ പോൾ ചെയ്തത്. 2019 തെരഞ്ഞെടുപ്പിനേക്കാൾ 5% വോട്ട് കുറഞ്ഞത് മുന്നണികളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നു. വോട്ടെടുപ്പിലും കണ്ണൂരിന് വാശിയായിരുന്നു. പ്രചരണത്തിൽ കണ്ട കൊട്ടിക്കലാശത്തിൽ കത്തിക്കയറിയ മുന്നണികളുടെ അതേ വാശി. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പോളിംഗ് കണ്ണൂരിൽ രേഖപ്പെടുത്തിയെങ്കിലും 2019 പോളിംഗിനേക്കാൾ 5% കുറവാണ് കണക്കുകൾ. 76.86% കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ്. അന്തിമ കണക്ക് ഇന്ന് 11 മണിയോടെ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ആകെ 1178 ബൂത്തുകളിൽ ഒരു ബൂത്തിൽ പോളിംഗ് പൂർത്തിയായത് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ്. 2019 തിരഞ്ഞെടുപ്പിനേക്കാൾ ഉണ്ടായ വോട്ടിൻ്റെ കുറവ് മുന്നണികളുടെ നെഞ്ചിടിപ്പ് കൂട്ടുകയാണ്. അതുകൊണ്ട് തന്നെ കൂട്ടിയും കുറച്ചും അവസാന കണക്കെടുപ്പിലാണ് പാർട്ടി നേതാക്കൾ. ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമായ മട്ടന്നൂരിലാണ് കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇത് UDFന് അനുകൂലമായേക്കും. എന്നാൽ UDFിൻ്റെ കടുത്ത കോട്ടയായ ഇരിക്കൂറിലെ പോളിംഗ് ശതമാനത്തിലെ കുറവ് ഇടതിന് പ്രതീക്ഷ നൽകുന്നുണ്ട്. വോട്ടുകൾ ചോരാതെ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ NDAയും പങ്കുവെക്കുന്നു. കാര്യമായ അക്രമ സംഭവങ്ങൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇടത് കേന്ദ്രങ്ങളിൽ വ്യാപകമായി കള്ളവോട്ടുകൾ ചെയ്തെന്ന പരാതി UDF ഉയർത്തിയതും തെരഞ്ഞെടുപ്പ് രാത്രി വരെ നീണ്ടതും ഒഴിച്ചു നിർത്തിയാൽ കണ്ണൂരിലെ തിരഞ്ഞെടുപ്പ് സമാധാനം, ശാന്തം. ഇനി കാത്തിരിപ്പ്. റിപ്പോർട്ടർ അർജുൻ കല്യാൺ, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.